മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവമായ അരങ്ങ് 2025 നടന്നു. മിമിക്രി ആർട്ടിസ്റ്റ് സിബി കോട്ടയം ഉദ്ഘാടനം നിർവഹിച്ചു. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവമായ അരങ്ങ് 2025 ആണ് നടന്നത്. ഇതിന്റെ ഉദ്ഘാടനം മിമിക്രി ആർട്ടിസ്റ്റ് സിബി കോട്ടയം നിർവഹിച്ചു. ടീച്ചർ വിളിച്ചു, എൻ്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, സിബി സാറേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി ആ ക്ഷണം സ്വീകരിച്ചു. നിങ്ങളുടെ മുന്നിൽ വന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിൻസിപ്പാളിനോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. പിന്നെ എൻ്റെ സഹോദരനാണ് സുനിൽ സാറ്. അദ്ദേഹത്തോടെ കണ്ടില്ല. അദ്ദേഹത്തോടും ഞാൻ കുറേ നാളായിട്ട് ചോദിച്ചു, സാറേ എനിക്കൊരു അവസരം സ്കൂളിൽ തരുമോ. പക്ഷേ ദൈവമായിട്ട് ഇന്നൊരു അവസരം എനിക്ക് തന്നിരിക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ബാബു മാത്യു അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു. സ്കൂൾ മാസ്റ്റർ പ്ലാൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി കൺവീനർ ജിമോൻ സിച്ചറിയാൻ നിർവഹിച്ചു. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം, 172 വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒരു വിദ്യാലയമാണ്. നമുക്ക് മറ്റ് വിദ്യാലയങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുവാനായിട്ടുള്ള വലിയൊരു പാരമ്പര്യം നമുക്കുണ്ട്. മല്ലപ്പള്ളി എന്ന് പറയുമ്പോൾ വിദ്യാലയങ്ങളുടെ നാടാണ്. ഏറ്റവും അധികം വിദ്യാലയങ്ങളുള്ള ഒരു പഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്നത്. മല്ലപ്പള്ളി വിദ്യാഭ്യാസ ഉപജില്ലയിലും ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളുള്ളത് മല്ലപ്പള്ളിയിലാണ്. അപ്പോൾ ഈ മല്ലപ്പള്ളി എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് നീങ്ങാം. ഈ വർഷം വിദ്യാലയ പ്രിൻസിപ്പളും അധ്യാപകരും PTAയും ചേർന്ന് തീരുമാനിച്ചിട്ടുള്ള ഈ മാസ്റ്റർ പ്ലാന് ഉദ്ഘാടനം ചെയ്യുന്നതിന് എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അതൊക്കെ നടപ്പിലാക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് വളരെ ഭംഗിയായിട്ട് എൻ്റെ സ്കൂൾ എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ എൻ്റെ സ്കൂള് മറ്റുള്ള സ്കൂളിന് മുമ്പിൽ ഏറ്റവും ഉയർന്നു നിൽക്കണമെന്നുള്ള താല്പര്യത്തോടുകൂടെ ഈ പ്രവർത്തനങ്ങളെ കാണണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അധ്യാപിക രോഷ്നി കോശി പ്രസംഗിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ചെണ്ടമേളം, മോഹിനിയാട്ടം, കേരള നടനം എന്നിവ ഉൾപ്പെടെ വിവിധ മത്സരങ്ങളും നടന്നു.